Hi all, welcome back to Easy English. The Serang of Ranaganji എന്ന ലെസൻ്റെ Part-2 വീഡിയോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. Part-1, Part-3 വീഡിയോസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നുണ്ട്. ക്ലിക്ക് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് കൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി ബാക്കി എടുക്കുകയാണ്. He was the thickest man of 55, known as a strict disciplinarian, but also as a just and fair-minded officer. ഇവിടെ ഈ പറയുന്നത് ഷിപ്പിലെ ക്യാപ്റ്റനെ കുറിച്ചിട്ടാണ്. ക്യാപ്റ്റൻ ഹാമ്പിൾ. അദ്ദേഹത്തിൻ്റെ ശാരീരിക പ്രകൃതി എങ്ങനെയാണ്? തിക്കസ്റ്റ് മാൻ, ഹെവി, നല്ല ഹെവി ആയിട്ടുള്ള, അത്യാവശ്യം തിക്കായിട്ടുള്ള, കനമുള്ള, അല്ലെങ്കിൽ നല്ല അത്യാവശ്യം തടിയും സ്ട്രോങ് ഒക്കെ ആയിട്ടുള്ളൊരു മാൻ. അദ്ദേഹം 55 ആണ് അദ്ദേഹത്തിൻ്റെ ഏജ്, 55 വയസ്സാണ് പ്രായം. നോൺ ആസ് എ സ്ട്രിക്റ്റ് ഡിസിപ്ലിനേറിയൻ. നമുക്കറിയാം ഷിപ്പിൻ്റെ ക്യാപ്റ്റൻ എന്നൊക്കെ പറയുമ്പോൾ നല്ല ഡിസിപ്ലിനിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല. അപ്പോൾ ഇത് നല്ലൊരു ഡിസിപ്ലിനേറിയൻ ആയിട്ടാണ് അറിയപ്പെടുന്നത്. ബട്ട് ഓൾസോ ആസ് എ ജസ്റ്റ് ആൻഡ് ഫെയർ മൈൻഡഡ് ഓഫീസർ. അപ്പോൾ ഡിസിപ്ലിനേറിയൻ ആണ് എങ്കിൽ പോലും അദ്ദേഹം എങ്ങനെയാണ്? ജസ്റ്റാണ്, നീതിമാനാണ്, അതുപോലെ തന്നെ ഫെയർ മൈൻഡഡ്, നല്ല മനസ്സിൻ്റെ ഉടമയുമാണ്. ഇനി ക്യാപ്റ്റൻ പറയാണ്, ഡോക്ടർ, ഹീ സെഡ്, ഡ്രോയിങ് അപ്പ് at last and coming close to me, his words unmistakably grim. Listen, you are in charge of the health of the ship. ഇനി ക്യാപ്റ്റൻ ഡോക്ടറിനോട് പറയാണ്, ക്രോണിനോട് ക്യാപ്റ്റൻ ഹാമ്പിൾ പറയാണ്. എന്താ പറഞ്ഞത്? ഹീ സെഡ് ഡ്രോയിങ് അപ്പ്. ഡ്രോയിങ് അപ്പ് എന്ന് പറയുമ്പോൾ ഇവിടെ പ്രിപ്പയർഡ്, അതല്ലെങ്കിൽ പ്ലാൻഡ്, അങ്ങനെയൊക്കെ ഒരു മീനിങ് കൊടുക്കാം. അല്ലെങ്കിൽ നിർത്തിക്കൊണ്ട് എന്നൊക്കെ പറയാം സംസാരത്തിനിടയ്ക്ക്. എന്നിട്ട് പറയാണ് നിർത്തിക്കൊണ്ട്. ഹീ സെഡ്, ഡോക്ടർ എന്ന് വിളിച്ചുകൊണ്ട് പറയാണ്, അറ്റ് ലാസ്റ്റ് ആൻഡ് കമ്മിങ് ക്ലോസ് ടു മീ. അദ്ദേഹം ഡോക്ടറിൻ്റെ അടുത്തേക്ക് വന്നു, ക്യാപ്റ്റൻ ഹാമ്പിൾ. എന്നിട്ടോ ഹിസ് വേർഡ്സ് അൺമിസ്റ്റേക്കബ്ലി ഗ്രിം. ഗ്രിമ്മാണ്, ഗ്ലൂമിയാണ്. അതായത് ആ വാക്കുകളിൽ എന്താണ്? ഒരു ബുദ്ധിമുട്ട്, ഒരു വിഷമം. കാരണം ഇവിടെ സ്മോൾ പോക്സ് ആകെ പടരുകയാണ് എന്നുള്ള വിവരം അദ്ദേഹത്തിന് കിട്ടി. അപ്പോൾ അദ്ദേഹം ഭയങ്കര ഗ്ലൂമി ആയിട്ട് കാണപ്പെട്ടു. എന്നിട്ട് പറയാം, ലിസൺ, യു ആർ ഇൻ ചാർജ് ഓഫ് ദ ഹെൽത്ത് ഓഫ് ദ ഷിപ്പ്. ഡോക്ടർ, താങ്കളാണ് ഈ ഷിപ്പിലെ ഹെൽത്തിൻ്റെ ചാർജ്. ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. അത് നിങ്ങളിൽ നിക്ഷിപ്തമാണ്. ഐ കാൺട്ട് ഗിവ് യു എനി ഓഫ് മൈ ഓഫീസേഴ്സ്. ഇപ്പോൾ ക്യാപ്റ്റൻ പറഞ്ഞത്, എൻ്റെ ഒരു ഓഫീസറെയും നിങ്ങൾക്ക് എനിക്ക് തരാൻ സാധിക്കുകയില്ല. എന്താ കാരണം? ഐ ആം ഓവർലോഡഡ്. അതായത് ഓവർലോഡഡ്, ഇഷ്ടംപോലെ ഡ്യൂട്ടീസ് ഉണ്ട്. അതായത് അതിനനുസരിച്ചുള്ള സ്റ്റാഫില്ല, പക്ഷെ നല്ല ജോലിയുണ്ട്. ഐ എം ഓവർലോഡഡ് ആൻഡ് അണ്ടർസ്റ്റാഫ്ഡ്. അണ്ടർസ്റ്റാഫ്ഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് എത്ര സ്റ്റാഫാണ് യഥാർത്ഥത്തിൽ വേണ്ടത് ഷിപ്പിൽ, പക്ഷേ അത്രയും സ്റ്റാഫ് എനിക്കില്ല. ആ നിലക്ക് എനിക്ക് നിങ്ങൾക്ക് ജോലിക്കാർ തരാൻ കഴിയില്ല, ബുദ്ധിമുട്ടാണ്. ബട്ട് ഐ എം ഗോയിങ് ടു ഗിവ് യു ദ സെറാങ്. പക്ഷേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ സെറാങ്ങിനെ, എൻ്റെ ജോലിക്കാരനെ തരാം. അത് ഏത് ജോലിക്കാരനാണ്? സെറാങ് ഇവിടെ നമ്മുടെ ഹസനാണ് കേട്ടോ. ഹസന് തരാം. ബിലീവ് മീ, ഹീ ഈസ് ദ ഫൈനസ്റ്റ് മാൻ ഐ ഹാവ്. എനിക്കുള്ള ടീം, ഈ ക്രൂവിൽ പെട്ട ഏറ്റവും നല്ല ഫൈനസ്റ്റ് ആയിട്ടുള്ള ആളാണ്. അത് വിശ്വസിക്കൂ. യു ഗോട്ട് ടു കീപ് ദിസ് തിങ് ഫ്രം സ്പ്രെഡിങ്. അതേപോലെ തന്നെ ഈ ഒരു അസുഖം എന്ത് ചെയ്യാൻ പാടില്ല? സ്പ്രെഡ് ആവാതെ നിങ്ങൾ നോക്കണം. നമ്മുടെ ഇവർ പറയുന്ന ഈ സ്മോൾ പോക്സ്, ഈ അസുഖം എന്താണ്? സ്പ്രെഡ് ആവാതെ നോക്കണം. ആൻഡ് വാട്ട്സ് മോർ, ഡോണ്ട് ലെറ്റ് എ വിസ്പർ ഓഫ് ഇറ്റ് ഗെറ്റ് ഔട്ട് or we'll have a bloody panic. മാത്രമല്ല, ഇവിടെ ഇങ്ങനെ ഈ ഒരു അസുഖം പിടിച്ച് ഇത് പടരുകയാണ് എന്നുള്ള വിവരം പുറത്തേക്ക് അറിയരുത്. അതിനെക്കുറിച്ച് ഒരു വിസ്പർ, ഒരു ചെറിയ ഒരു മന്ത്രണം പോലും പുറത്തേക്ക് വരരുത്. അതിനെക്കുറിച്ചൊരു ചർച്ചയും ഒരു സംസാരവും വരരുത്. കാരണം അങ്ങനെ സംഭവിച്ചാൽ we will have a bloody panic. പാനിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഭയമാണ്. കടുത്ത ഭയം നമ്മൾക്കിടയിൽ ഉണ്ടാകും, പ്രശ്നമുണ്ടാകും, ഭയചകിതരാകും. കാരണം ഷിപ്പിലുള്ള യാത്രക്കാർ ഒക്കെ എന്താണ്? പ്ലഷർ സീക്കേഴ്സാണ്. അവർ നല്ലൊരു മൂഡിലാണ് യാത്ര ചെയ്യുന്നത്. അതെല്ലാം താറുമാറാകും. അപ്പോൾ ക്യാപ്റ്റൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്, ജനങ്ങൾ, അതായത് ഈ ഷിപ്പിൽ യാത്ര ചെയ്യുന്നവരെന്ത് ചെയ്യരുത്? ടെൻഷൻ അടിക്കാതെ യാത്ര ചെയ്യണം. ഇനി ഐ ലെഫ്റ്റ് ദ ചാർട്ട് റൂം റിയലൈസിങ് വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക് ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി ഓഫ് മൈ പൊസിഷൻ. ക്രോണിൻ പറയാം, ഞാൻ അങ്ങനെ ചാർട്ട് റൂം വിട്ടു. അതായത് ക്യാപ്റ്റനെ കണ്ട് തിരികെ വരികയാണ്. റിയലൈസിങ്, ഞാൻ തിരിച്ചറിഞ്ഞു. വിത്ത് എ വീക്ക്നെസ് ഇൻ മൈ സ്റ്റൊമക്ക്, എൻ്റെ വയറിൽ ഒരു വേദനയോടെ, ബുദ്ധിമുട്ടോടെ ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. ദ ഡെസ്പറേറ്റ് റെസ്പോൺസിബിലിറ്റി, നിരാശാജനകമായ ഉത്തരവാദിത്തം ഓഫ് മൈ പൊസിഷൻ. ഒരു ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ആ ഒരു എൻ്റെ പോസ്റ്റ് എന്ന് ഉദ്ദേശിച്ചത് എൻ്റെ ഡോക്ടർ, ആ ഡോക്ടർ, ഷിപ്പിലെ ഡോക്ടർ എന്നുള്ള രീതിയിൽ എൻ്റെ ആ നിരാശാജനകമായിട്ടുള്ള ഉത്തരവാദിത്തം. കാരണം ഇത്രയും വലിയൊരു ബുദ്ധിമുട്ട്,
ഇതുപോലെ വലിയൊരു അസുഖം ഇതെന്താണ് സ്പ്രെഡാവാതെ പിടിച്ചു നിർത്തേണ്ട ഒരു ഉത്തരവാദിത്തത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചു. ഹിയർ വി വേ in the middle of the Arabian Sea, 1,500 passengers aboard, no means whatever of vaccinated them, and smallpox, the most deadly contagion in the whole dictionary of disease. ഡോക്ടർ പറയാണ്, എവിടെയാണ് ഇപ്പോൾ ഞങ്ങളുള്ളത്? ഇൻ ദ മിഡിൽ ഓഫ് ദ അറേബ്യൻ സീ, അറേബ്യൻ സീയുടെ അറബിക്കടലിൻ്റെ നടുവിലാണ്. 1,500 പാസഞ്ചേഴ്സ് അബോർഡ്. അബോർഡ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലുണ്ട് എന്നാണ് കേട്ടോ. 1,500 പാസഞ്ചേഴ്സാണ് ഷിപ്പിലുള്ളത്. നോ മീൻസ് വാട്ട് എവർ, ഒരു വഴിയുമില്ല. വാട്ട് എവർ ഓഫ് വാക്സിനേറ്റ് ദം, ഇവർ വാക്സിനേറ്റ് ചെയ്യാനൊന്നുമുള്ള ഒരു വഴിയുമില്ല. ആൻഡ് സ്മോൾ പോക്സ്, ഇവിടെ പടരുന്നത് സ്മോൾ പോക്സ് ആണ്, വസൂരിയാണ്. അതോ ദ മോസ്റ്റ് ഡെഡ്ലി, ഏറ്റവും ഡെഡ്ലി ആയിട്ടുള്ള, ഏറ്റവും പേരെ കൊന്നെടുക്കുന്ന വിനാശകാരിയായിട്ടുള്ള കണ്ടാജിയൻ എന്ന് പറഞ്ഞാൽ സ്പ്രെഡിങ് ഡിസീസ്, പകരുന്ന അസുഖം, പകർച്ചവ്യാധി. ഇൻ ദ ഹോൾ ഡിക്ഷണറി ഓഫ് ഡിസീസിൻ്റെ ആ ഒരു ഡിക്ഷണറി എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും അപകടകാരിയായിട്ടുള്ള ഈ അസുഖം. ബാക്ക് ഇൻ ദ സർജറി, ഡോക്ടർ ഇനി റൂമിൽ പോവുകയാണ്. സർജറി ഇവിടെ റൂമാണ്, ഡോക്ടറിൻ്റെ റൂമാണ്, പേഷ്യൻസിനെ നോക്കുന്ന റൂമാണ്. വൺ ഓഫ് ദ ലാസ്കേഴ്സ് വാസ് ഇൻ ദ ഗ്രിപ്പ് ഓഫ് എ വയലൻറ്റ് റിഗർ. റിഗർ എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിച്ചത് ഷിവറാണ്, വിറക്കുക. അപ്പോൾ ഒരു ലാസ്കർ, ഒരു ഷിപ്പിലെ ജോലിക്കാരൻ നന്നായിട്ട് വിറക്കുന്നുണ്ട്, കഠിനമായിട്ട് അദ്ദേഹം വിറക്കുന്നുണ്ട്. ഐ ടേൺഡ് ഫ്രം ദ ഷിവറിങ് മാൻ ടു ദ സെറാങ്. അപ്പോൾ ഞാൻ സെറാങ്ങിനെ നോക്കി. ഓക്കെ, അത് ഞാൻ ഈ വിറക്കുന്ന ആളെ നോക്കി, എന്നിട്ട് സെറാങ് നമ്മുടെ സസനെ നോക്കി. ഹൂസ് ഇൻകാൽക്കുലബിൾ ഐസ് റിമെയിൻഡ് ഫിക്സ്ഡ് അപ്പോൺ മീ. ഇൻകാൽക്കുലബിൾ പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അതിൻ്റെ മീനിങ്. കാൽക്കുലേറ്റ് ചെയ്യാൻ കഴിയാത്ത, കനോട്ട് ബി കാൽക്കുലേറ്റഡ്. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കിയാൽ, നമ്മുടെ സെറാങ്ങിൻ്റെ കണ്ണിലേക്ക് നോക്കിയാൽ, ഹസൻ്റെ കണ്ണിൽ നോക്കിയാൽ അദ്ദേഹം എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ചിന്തിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല. അതാണ് ഹൂസ് ഇൻകാൽക്കുലബിൾ ഐസ് റിമെയിൻഡ് ഫിക്സ്ഡ് അപ്പോൺ മീ. അപ്പോൾ അദ്ദേഹം എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വീവ് ഗോട്ട് ടു ഐസൊലേറ്റ് ദീസ് മെൻ, ചെക്ക് ഓൺ ദ കോൺടാക്ട്സ്. There was no sick bay on board, not an inch of available cabin space. അപ്പോൾ എന്താണ്, എത്രയും പെട്ടെന്ന് ഈ അസുഖം പിടിച്ച ആളെ മാറ്റണം, ഈ സിക്ക് മാനെ മാറ്റണം, ഐസൊലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സ്പ്രെഡ് ചെയ്യൂല. അപ്പോൾ ഇത് മാറ്റി വെക്കണം. ചെക്ക് ഓൺ ദ കോണ്ടാക്ട്സ്. ദർ വാസ് നോ സിക്ക് ബേ. സിക്ക് ബേ എന്ന് പറഞ്ഞാൽ ഇൻഫേർമറി, അസുഖമുള്ളവർക്ക് കിടക്കാനുള്ള സ്ഥലം, അതാണ് ഇൻഫേർമറി, സിക്ക് ബേ. അത് ഇവിടെ നമ്മുടെ ഷിപ്പിൽ അങ്ങനെ ഒരു സൗകര്യം ഉണ്ടായിരുന്നില്ല. നോട്ട് എൻ ഇഞ്ച് ഓഫ് അവൈലബിൾ ക്യാബിൻ സ്പേസ്, ഒരു അവൈലബിൾ ആയിട്ടുള്ള ക്യാബിൻ സ്പേസ് ഉണ്ടായിരുന്നില്ല. ബാഫിൾഡ്, ആകെ അന്താളിച്ചു പോയി, കൺഫ്യൂസ്ഡ് ആയിപ്പോയി ഞാൻ. ഐ ലുക്ഡ് അറ്റ് ദ സെറാങ്, ഞാൻ വീണ്ടും സെറാങ്ങിനെ നോക്കി. ഡോക്ടർ പറയുന്നു, ഹു അൺഡിസ്മെയ്ഡ്, ഒരു പ്രശ്നമില്ല. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു നിരാശയും അദ്ദേഹത്തിന് കണ്ണിലില്ല. അതായത് ഇമോഷനെ കാണിക്കാത്ത കണ്ണുകളാണ് അദ്ദേഹത്തിൻ്റെത്. എത്ര ബുദ്ധിമുട്ട് വന്നാലും അത് പതറാതെ അദ്ദേഹം നിൽക്കും. അതാണ് അൺഡിസ്മെയ്ഡ്. അഗെയിൻ ടേൺഡ് അപ്പോൺ മീ ദ ഫുൾ ഫോഴ്സ് ഓഫ് ഹിസ് ഐസ്. അദ്ദേഹം എന്താണ്, എന്നെ തന്നെ തറപ്പിച്ച് നോക്കുകയാണ്. വി വിൽ മേക്ക് എ ഷെൽട്ടർ ഓൺ ദ ആഫ്റ്റർ ഡെക്ക് ഡോക്ടർ സാഹിബ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാ, സെറാങ് പറഞ്ഞു, ആഫ്റ്റർ ഡെക്കിൽ, ആഫ്റ്റർ ഡെക്ക് എന്ന് പറയുമ്പം എൻ ഓപ്പൺ ഡെക്ക് ടുവേർഡ് ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്. സ്റ്റേണ് അവസാന ഭാഗം, ഷിപ്പിൻ്റെ ആ അവസാന ഭാഗത്ത് സ്റ്റേണ്, അവിടെ എന്താണ്, ഒരു ഓപ്പൺ ഡെക്ക്, ഒരു ഏരിയ ഉണ്ട്, അതാണ് ആഫ്റ്റർ ഡെക്ക്. അവിടെ നമ്മളൊരു ഷെൽട്ടർ ഉണ്ടാക്കും ഡോക്ടർ സാഹിബ്. വെരി കൂൾ ദെയർ വിത്ത് പ്ലെൻറ്റി ഓഫ് ഫ്രഷ് എയർ. എന്തുകൊണ്ടാണ് അവിടെ ഡെക്ക് അവിടെ പിന്നെ ഇങ്ങനെ ഒരു സൗകര്യം, ഷെൽട്ടർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്? ഈ അസുഖബാധിതരെ പാർപ്പിക്കാൻ അവിടെ നന്നായിട്ട് നല്ല വായു ഉണ്ട്, നല്ല എന്താ പറയുക, ഫ്രഷ് എയർ ഉണ്ട്, വെന്റിലേഷൻ ഉണ്ട്, അതുകൊണ്ട് നല്ല തണുപ്പാണ്, അതുകൊണ്ട് അങ്ങോട്ട് മാറ്റാം. ഇൻ ദ സ്റ്റേൺ ഓഫ് ദ ഷിപ്പ്, അതായത് ബാക്ക് സൈഡ്, ഷിപ്പിൻ്റെ ബാക്ക് സൈഡിൽ, പ്രൊട്ടക്റ്റഡ് ഫ്രം വ്യൂ ഓഫ് എ ബാറ്ററി ഓഫ് ഡെറിക്സ്. അപ്പോൾ ആൻഡ് ഡോങ്കി എൻജിൻസ് ഹീ സെറ്റ് ടു വർക്ക്. അപ്പോൾ ഷിപ്പിൻ്റെ സ്റ്റേൺ, പിറകു വശത്ത് എന്താണ് ആ ഭാഗത്തിൻ്റെ പ്രത്യേകത? പ്രൊട്ടക്റ്റഡ് ഫ്രം വ്യൂ, ആൾക്കാർ അങ്ങോട്ട് പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. ഇവിടെ അസുഖബാധിതരുണ്ട് എന്നുള്ള കാര്യം അങ്ങോട്ട് നോക്കിയാൽ കാണില്ല. കാരണം ബൈ എ ബാറ്ററി ഓഫ് ഡെറിക്സ്. ബാറ്ററി ഓഫ് ഡെറിക്സ് എന്ന് പറഞ്ഞാൽ എ കൈൻഡ് ഓഫ് ക്രെയിൻ, എ ബാറ്ററി ഓഫ് ഡെറിക്. അവിടെ ഡെറിക് കൊണ്ട് ഉദ്ദേശിച്ചത് എന്താണ്? എ കൈൻഡ് ഓഫ് ക്രെയിൻ വിത്ത് എ മൂവബിൾ പിവറ്റഡ് ആം ഫോർ മൂവിങ് ഹെവി വെയ്റ്റ്സ് എസ്പെഷ്യലി ഓൺ എ ഷിപ്പ്. ഷിപ്പിൽ വസ്തുക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീക്കാനുള്ള ഒരു ക്രെയിന്. ഓക്കെ, ഒരു സാധനം പിക്ക് ചെയ്ത് അപ്പുറത്തേക്ക് വെയിറ്റുള്ള സാധനം നീക്കാനുള്ള സൗകര്യമാണ്. അപ്പോൾ അതൊക്കെ ഉള്ള ആ ഭാഗമാണ്. അപ്പോൾ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, പെട്ടെന്ന് ആൾക്കാർ കാണുകയില്ല. അതുകൊണ്ട് അങ്ങനെ മെച്ചമുണ്ട്. ആൻഡ് ഡോങ്കി എൻജിൻസ് എന്ന് പറഞ്ഞാൽ ഷിപ്പിലെ എൻജിനാണ്. അപ്പോൾ ഇതൊക്കെ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്,
ആ ഭാഗത്ത് ഷിപ്പിൻ്റെ സ്റ്റേൺ ഭാഗത്ത് ഇവരെ പാർപ്പിച്ചാൽ, അവരെ താമസിപ്പിച്ചാൽ ആൾക്കാർ കാണില്ല. ഇനി ഹി സെറ്റ് ടു വർക്ക്, അദ്ദേഹം അതിനുള്ള ജോലി തുടങ്ങി. സെറാങ് വിത്തിൻ ആൻ അവർ ഹി ഹാഡ് ഇറക്റ്റഡ് വിത്ത് സൈലന്റ് എഫിഷ്യൻസി എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ. നോക്കൂ, എത്ര കുറഞ്ഞ സമയം കൊണ്ടാണ്, വിത്തിൻ ആൻ അവർ, ഒരു മണിക്കൂറിനുള്ളിൽ ഹി ഹാഡ് ഇറക്റ്റഡ്. ഇവിടെ ഇറക്റ്റഡ് എന്നുള്ളത് കൊണ്ട് ബിൽറ്റ്, നിർമ്മിച്ചു എന്നാണ് അർത്ഥം. വിത്ത് സൈലന്റ് എഫിഷ്യൻസി, അതായത് സെറാങ്ങിൻ്റെ പ്രത്യേകത എന്താണ്? സൈലൻറ്റ് എഫിഷ്യൻസി എന്ന പ്രത്യേകത. അതായത് ഒരുപാട് ശബ്ദമൊന്നും ഉണ്ടാക്കാതെ, ആരുടെയും ഒരുപാട് സഹായം തേടാതെ അദ്ദേഹം എന്താണ്, അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ട് ഇതൊക്കെ ഉണ്ടാക്കി. എ ലാർജ് ക്യാൻവാസ് ഷെൽട്ടർ, ഒരു പോർട്ടബിൾ ഷെൽട്ടർ, അത് മാറ്റാൻ പറ്റുന്ന ഒരു ഷെൽട്ടർ ഈ ആൾക്കാർക്ക് താമസിക്കാൻ, അസുഖം ബാധിച്ചവർക്ക്. മാട്രസസ് ആൻഡ് ഷീറ്റ്സ് were then brought up and the 2 patients were comfortably installed. മാട്രസസ്, ബെഡുകളും അതുപോലെ തന്നെ ബെഡ്ഷീറ്റും ഒക്കെ കൊണ്ടുവന്നു. ബ്രോട്ട് അപ്പ്, കൊണ്ടുവന്നു. പേഷ്യൻസിനെ അവിടെ ഇൻസ്റ്റാൾ ചെയ്ത് പറഞ്ഞ് കിടത്തി. അവർ നെക്സ്റ്റ് സ്റ്റെപ്പ് വാസ് ടു മസ്റ്റർ ദ ക്രൂ ഫോർ എ തറോ മെഡിക്കൽ ഇൻസ്പെക്ഷൻ. ഇനി അടുത്ത് ഞങ്ങളുടെ ലക്ഷ്യം എന്താണെന്ന് വെച്ചാൽ ഈ ഷിപ്പിലെ ജോലിക്കാരൊക്കെ വിളിച്ച് കൊണ്ടുവന്നിട്ട് അവർക്കൊരു നല്ല ഇൻസ്പെക്ഷൻ, മെഡിക്കൽ ഇൻസ്പെക്ഷൻ നടത്തുക. എത്ര പേർക്ക് ഇതിൽ അസുഖം വന്നിട്ടുണ്ട്, ഞാനെങ്കിൽ അവരെ മാറ്റി കിടത്താലോ, ബാക്കിയുള്ളവർക്ക് പകരുകയും വേണ്ട. വൺ ഓഫ് ദ സ്റ്റോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ഷിപ്പിലെ ജോലിക്കാർ തന്നെ. അതായത് ഇവർ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ എ പേഴ്സൺ ഹു ടെൻസ് ദ ഫേർണേഴ്സ് നല്ല ആഡിങ് ഫ്യൂവൽ ഓൺ എ സ്റ്റീം ഷിപ്പ്. ഷിപ്പിൽ എന്താണ് ഫ്യൂവൽ ആഡ് ചെയ്യുക, അതായത് ഇവിടെ കൽക്കരി ഒക്കെ ആഡ് ചെയ്ത് അതിൻ്റെ താഴെയുള്ള ഏറ്റവും താഴെ ഭാഗത്തുള്ള ഷിപ്പ് ജോലിക്കാരാണ് ഇവർ. എന്താണ്, കൽക്കരിക്ക് ആഡ് ചെയ്ത് ഫ്യൂവലാണല്ലോ ഇതിൻ്റെ, ഈ സ്റ്റീം ഷിപ്പിൻ്റെ, എന്നിട്ട് അത് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആൾക്കാരാണ്. അതാണ് സ്റ്റോക്കേഴ്സ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ വൺ ഓഫ് ദ സ്റ്റോക്കേഴ്സ് ഹു കംപ്ലെയിൻഡ് ഓഫ് ഫീവർ ആൻഡ് ഹെഡേക്ക് ഷോഡ് പ്രൊഡ്രോമൽ നോഡ്യൂൾസ് വിത്ത് ദ ബിഗിനിങ് ഓഫ് ദ ടിപ്പിക്കൽ റാഷ്. അപ്പോൾ ഒരു സ്റ്റോക്കർ കംപ്ലയിൻറ്റ് ചെയ്തു, ഫീവർ ഉണ്ട് അയാൾക്ക്, അതുപോലെ തന്നെ ഹെഡേക്ക് ഉണ്ട്, പനിയുണ്ട്, തലവേദന ഉണ്ട്. ഇനിയോ ഷോഡ് ദ പ്രൊഡ്രോമൽ നോഡ്യൂൾസ്. പ്രൊഡ്രോമൽ എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ സിംറ്റംസ്. പ്രൊഡ്രോമൽ എന്ന് പറഞ്ഞ വേർഡിൻ്റെ അർത്ഥം റിലേറ്റിംഗ് ടു ഇനീഷ്യൽ സിംറ്റംസ്. അപ്പോൾ ഈ അസുഖത്തിന്, സ്മോൾ പോക്സിൻ്റെ ഇനീഷ്യൽ സിംറ്റം കാണിക്കുകയാണ്. നൊഡ്യൂൾസ്, ആ കുരുക്കൾ കാണിക്കാൻ തുടങ്ങി. വിത്ത് ദ ബിഗിനിങ് ഓഫ് ടിപ്പിക്കൽ റാഷ്. റാഷ് എന്ന് പറഞ്ഞാൽ എ ലോട്ട് ഓഫ് സ്മോൾ റെഡ് സ്പോട്ട്സ് ഓൺ ദ സ്കിൻ. സ്കിന്നിൽ ചുവന്ന ചുവന്ന കളറിൽ ഇങ്ങനെ അടയാളങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോൾ അതാണ് റാഷ്. അപ്പോൾ ഇയാളുടെ ശരീരത്തിൽ എന്താണ്, റാഷുണ്ട്, അതുപോലെ തന്നെ പ്രൊഡ്രോമൽ നോഡ്യൂൾസ് ഉണ്ട്, കുരുക്കലുണ്ട്, പിന്നെ ഹെഡേക്കും ഫീവറൊക്കെ കാണിച്ചു. ഹി വാസ് ഐസൊലേറ്റഡ് വിത്ത് അതർ കേസസ്. അപ്പോൾ ഇയാളെയും എന്താണ്, മറ്റുള്ള ആൾക്കാരൊപ്പം അവിടെ അപ്പുറത്ത് കിടത്തി. നൗ ഹൂ ഈസ് ഗോയിങ് ടു ഹെൽപ്പ് മീ അറ്റൻഡ് ദീസ് മാൻ. ഡോക്ടർ ചോദിക്കുകയാണ്, ഇനി ഇവരൊക്കെ എനിക്ക് കെയർ ചെയ്യാൻ എന്നെ ആരാണ് നിങ്ങൾ സഹായിക്കുക എന്ന് ഷിപ്പിലെ മറ്റുള്ള ജോലിക്കാരോട് ചോദിക്കുമ്പം ഹസൻ ഗ്ലാൻസ്ഡ് അറ്റ് മീ ഇൻ സർപ്രൈസ്. ഗ്ലാൻസ് എന്ന് പറഞ്ഞാൽ ലുക്ഡ്. ഹസൻ എന്നെ നോക്കി സർപ്രൈസോടെ. എന്നിട്ട് അദ്ദേഹം വൈ നേച്ചുറലി ഇറ്റ് ഈസ് ഐ. അതാണ് ഹസൻ്റെ ഒരു മനോഭാവം. എന്തുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്? ഞാൻ തന്നെ അല്ലേ, ഈ ജോലിയൊക്കെ ഞാൻ ചെയ്യേണ്ട ജോലി തന്നെയാണ്, അപ്പോൾ ഞാനുണ്ടല്ലോ എന്ന് ഹസൻ പറയണം. യു മസ്റ്റ് ബി കെയർഫുൾ, ദിസ് ഡിസീസ് ഈസ് മോസ്റ്റ് കണ്ടജിയസ്. നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സ്പ്രെഡ് ചെയ്യുന്ന ഡിസീസ്. അപ്പോൾ ശ്രദ്ധിക്കണം. ഡോക്ടർ പറയാണ്, എജക്രോണിൻ പറയാണ്, കണ്ടാജിയസ് ആണ്, മോസ്റ്റ് കണ്ടാജിയസ്, എപ്പോഴും പിടിപെടാം, നിനക്ക് പകരാം, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഐ എം നോട്ട് അഫ്രൈഡ് ഡോക്ടർ സാഹിബ്, എനിക്ക് ഭയമില്ല എന്ന് ഹസൻ പറയുന്നു. ടുഗദർ ഹസൻ ആൻഡ് ഐ സ്പഞ്ച് ദ പേഷ്യൻസ് വിത്ത് പെർമാഗ്നേറ്റ് സൊല്യൂഷൻ. സ്പഞ്ച് എന്ന് പറഞ്ഞാൽ തുടച്ചു എന്നാണ് കേട്ടോ. പെർമാഗ്നേറ്റ് സൊല്യൂഷൻ, അതായത് എന്തിനാണ് ഈ പെർമാഗ്നേറ്റ് സൊല്യൂഷൻ ഉപയോഗിക്കുന്നത്? ടു ട്രീറ്റ് ദ ഇൻഫെക്ഷൻ ഓൺ ദ സ്കിന്നിലുള്ള ഇൻഫെക്ഷൻ നീക്കം ചെയ്യാൻ ഉള്ള ലൈൻ. ഇതൊക്കെ നിങ്ങൾ രോഗികളുടെ ശരീരത്തിൽ എന്താണ് ഈ സ്പഞ്ച് വെച്ചുകൊണ്ട് തുടച്ചു. അഡ്മിനിസ്റ്റേർഡ് എന്ന് വെച്ചാൽ ഡെലിവേർഡ് ടു ഈച്ച് മാൻ എ സ്ട്രോങ് ആൻറ്റിപൈററ്റിക്. ആൻറ്റിപൈററ്റിക് എന്ന് പറഞ്ഞാൽ ഡ്രഗ് ടു പ്രിവെൻറ്റ് ഫീവർ കുറക്കാനുള്ള അല്ലെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള ഡ്രഗാണ് കേട്ടോ, മരുന്നാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തു, ആൻറ്റിബയോട്ടിക് കൊടുത്തു. ഹങ് ഷീറ്റ്സ് സോക്ഡ് ഇൻ ഡിസിൻഫെക്റ്റൻറ്റ് റൗണ്ട് ദ ഷെൽട്ടർ ആൻഡ് സെറ്റ് അപ്പ് വിത്തിൻ ദിസ് ലിറ്റിൽ സീക്രട്ട് ഏരിയ എ കുക്കിംഗ് സ്റ്റഫ് വേർ ലിക്വിഡ്സ് കുഡ് ബി ഹീറ്റഡ് ആൻഡ് സിമ്പിൾ മീൽസ് പ്രിപ്പയർഡ്. ഷിപ്പിൻ്റെ ബാക്ക് വശത്താണല്ലോ ഈ രോഗികളൊക്കെ കിടത്തിയിട്ടുള്ളത്. അപ്പോൾ അവിടെ എന്താണ്, ഷീറ്റ്സ് ഡിസിൻഫെക്റ്റൻറ്റിൽ, അതായത് ഇൻഫെക്ഷൻ വരാതിരിക്കാനുള്ള ലൈന് ഡിസിൻഫെക്റ്റൻറ്റിൽ മുക്കിയിട്ട് ഷീറ്റ് അവിടെ തൂക്കിയിട്ടു. ഇനി അതുപോലെ തന്നെ സീക്രട്ട് ഏരിയയിൽ എന്താണ്
ഒരു കുക്കിംഗ് സ്റ്റൗ വെച്ചു. കാരണം എന്തെങ്കിലും ഇപ്പോൾ തൈലോ എണ്ണയോ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ചൂടാക്കാനൊക്കെ ഉള്ള സൗകര്യം, അതുതന്നെ സിമ്പിൾ മീൽസും ഒക്കെ അവിടെ ഉണ്ടാക്കാം. ലളിതമായിട്ട് അവർ കഴിക്കാൻ പറ്റിയ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കാം. അപ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ ബാക്കിൽ റെഡിയാക്കി. നെക്സ്റ്റ് മോർണിംഗ് ഹവർ ബ്രോട്ട് ഫ്രഷ് കേസ് ഫോർ കൺസേൺ. പിറ്റേ ദിവസം പുതിയ കേസുകൾ ഞങ്ങൾക്ക് കൊണ്ടുവന്നു, പുതിയ അസുഖങ്ങൾ രൂപപ്പെട്ടു. ഐ ഫൗണ്ട് 3 ന്യൂ കേസസ് എമംഗ് ദ ഡെക്ക് ഹാൻഡ്സ് ജോലിക്കാരാണ് കേട്ടോ, ഷിപ്പിലെ ജോലിക്കാരാണ്. അപ്പോൾ 3 പുതിയ കേസ് കൊണ്ടുവന്നു. ദ മെൻ ഓൾറെഡി സെഗ്രിഗേറ്റഡ് വെർ മച്ച് വേഴ്സ്. മാത്രമല്ല ഞങ്ങൾ ഓൾറെഡി മറ്റുള്ള ക്രൂവിൽ നിന്ന് മാറ്റി പറപ്പിച്ച ഷിപ്പിൻ്റെ ബാക്ക് വശത്ത് മാറ്റിവെച്ച ആൾക്കാരുടെ അവസ്ഥ എന്താണ്? മച്ച് വേഴ്സ്, അത് കൂടുതൽ പരിതാപകരമായിട്ട്. അപ്പോൾ ഓൾറെഡി അസുഖം ബാധിച്ചവരുടെ കാര്യം ഒന്നുകൂടെ കഷ്ടമായി. ആൻഡ് ദാറ്റ് സെയിം ആഫ്റ്റർനൂൺ 4 more ഓഫ് ദ ക്രൂ സിക്കൻഡ്. അതേ വൈകുന്നേരം തന്നെ 4 പുതിയ ആൾക്കാർ കൂടെ അസുഖം വന്നു. വി നൗ ഹാഡ് 10 കേസസ് ഇൻ അവർ മേക്ക് ഷിഫ്റ്റ് ലെസറിറ്റോ. മേക്ക് ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികം, ടെമ്പററി. ലെസറിറ്റോ എന്ന് പറഞ്ഞാൽ ഐസൊലേറ്റഡ് ഷെൽട്ടർ, അതായത് ആൾക്കാരിൽ നിന്നും കാഴ്ച വരാതെ ഇരിക്കാനുള്ള ആ ഒരു ഷെൽട്ടർ. ഐസൊലേറ്റഡ് ഷെൽട്ടർ, ലെസറിറ്റോ എന്നാണ് അർത്ഥം കേട്ടോ, അതിൻ്റെ വേർഡിൻ്റെ അർത്ഥം ലെസറിറ്റോ, ഐസൊലേറ്റഡ് ഷെൽട്ടർ. അപ്പോൾ ഞങ്ങളുടെ ഈ മേക്ക് ഷിഫ്റ്റ് ലെസറിറ്റോയിൽ അല്ലെങ്കിൽ ടെമ്പററി ഐസൊലേറ്റഡ് ഷെൽട്ടറിൽ ഇപ്പോൾ ടോട്ടൽ 10 കേസായി. ഇറ്റ് വാസ് എ സിറ്റുവേഷൻ ടു ടെസ്റ്റ് ദ സ്ട്രോങ്കസ്റ്റ് നെർവ് എന്ന് പറഞ്ഞാൽ ഈവൻ നല്ല ധൈര്യമുള്ള ആൾക്കാരെ പോലും ടെസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബുദ്ധിമുട്ടേറിയ അനുഭവങ്ങളിലൂടെയാണ് ഞങ്ങൾ കടന്നു പോയത്. ബട്ട് ദ സെറാങ് കാം ആൻഡ് അൺപെർട്ടേബ്ഡ് എന്ന് പറഞ്ഞാൽ നോട്ട് കൺസേൺഡ്, ഒരു പ്രശ്നവുമില്ല. സെറാങ്ങിന് ഒരു പ്രശ്നവുമില്ല. ഗേവ് മീ ഫ്രഷ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ ഗേവ് മീ കോൺഫിഡൻസ്. അപ്പോൾ ജോലിയിൽ പുതിയ ആളായിട്ടുള്ള നമ്മുടെ ഡോക്ടർ ക്രോണിൻ ഭയങ്കര ടെൻഷൻ അടിക്കുന്ന സമയത്ത് സെറാങ്ങിന് നോക്കും, എന്നാൽ ഹസ്സന് യാതൊരു കുലുക്കുണ്ടായിരുന്നില്ല. അതെന്താണ്? അദ്ദേഹത്തിന് ഒരുപാട് ആത്മധൈര്യം നൽകി ഡോക്ടറിന്. ഇൻ ടെൻഡിങ് ദ പേഷ്യൻസ് ഹി വാസ് ഇൻഡിഫാറ്റിഗബിൾ. ടെൻഡിങ് എന്ന് പറഞ്ഞാൽ ഇവിടെ ലുക്കിംഗ് ആഫ്റ്റർ അല്ലെങ്കിൽ കെയറിങ്. ഈ പേഷ്യൻറ്റിനെ കെയർ ചെയ്യുന്നതിൽ ഹസൻ എന്തായിരുന്നു? ഹി വാസ് ഇൻഡിഫാറ്റിഗബിൾ എന്ന് പറഞ്ഞാൽ അൺടയറിങ്. അദ്ദേഹം അക്ഷീണനായിട്ടാണ് പരിശ്രമിക്കുന്നത്. അതായത് അദ്ദേഹം അതിന് ഒരു കുഴപ്പമില്ല, അദ്ദേഹം എത്ര ഡെഡിക്കേറ്റഡായിട്ട് ഈ ജോലി ചെയ്യുന്നുണ്ട്, ഈ പേഷ്യൻസിനൊക്കെ കെയർ ചെയ്യുന്നുണ്ട്. ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ഐ ഹാഡ് ടു ബെഗ് ഹിം. ഇപ്പോൾ ഡോക്ടർ അടുക്ക് പറയും, ശ്രദ്ധിക്കണം കേട്ടോ, ബി കെയർഫുൾ ഓഫ് യുവർ സെൽഫ്, ഐ ഹാഡ് ടു ബെഗ് ഹിം, ഡു നോട്ട് ഗോ ക്വൈറ്റ് സോ ക്ലോസ്. രോഗിയുടെ അടുത്തേക്ക് വളരെ അടുത്തേക്ക് പോവില്ലെന്ന് ഞാൻ പറയും. നൗ ഹി ഷോഡ് ഹി സ്ട്രോങ് ടീത്ത് ഇൻ എ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ. അത് പറയുമ്പോൾ ഹസന് പുഞ്ചിരിക്കും, പെട്ടെന്നൊരു പുഞ്ചിരി. അപ്പോൾ ഷോഡ് ഹി സ്ട്രോങ് ടീത്ത്, തൻ്റെ ശക്തമായ പല്ലുകൾ കാണിക്കുന്ന പറഞ്ഞത് എങ്ങനെ? ഇൻ എ സഡൻ ഫ്ലീറ്റിംഗ് സ്മൈൽ. ഫ്ലീറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഷോർട്ട് സ്മൈൽ, ഷോർട്ടായ പുഞ്ചിരിയിലൂടെ ഹസൻ എന്നെ നോക്കി ചിരിക്കും. ആർ യു കെയർഫുൾ ഓഫ് യുവർ സെൽഫ് ഡോക്ടർ സാഹിബ്? ഇങ്ങോട്ട് തിരിച്ചു ചോദിക്കും ഹസന് ഡോക്ടറോട്, താങ്കൾ ശ്രദ്ധാലുവാണോ ഡോക്ടർ സാഹിബ് ചോദിക്കും. അപ്പോൾ ഇൻഡീഡ് ഐ ആം, ബിസൈഡ്സ് ദിസ് ഇസ് മൈ വർക്ക്. ബിസൈഡ്സ് എന്ന് പറഞ്ഞാൽ ഇൻ അഡീഷൻ ടു, അതോടൊപ്പം തന്നെ ഇത് എൻ്റെ ജോലി കൂടിയാണ്, ഞാൻ ശ്രദ്ധാലുവുമാണ് എന്ന് ഡോക്ടർ ഹസനോട് പറയും. അപ്പോൾ ഹസൻ എന്താ പറയുക? ഡു നോട്ട് വറി ഡോക്ടർ സാഹിബ്, ഐ ആം സ്ട്രോങ് ആൻഡ് ഇറ്റ് ഈസ് മൈ വർക്ക് ടു. പേടിക്കേണ്ട ഡോക്ടർ സാഹിബ്, ഇതെൻ്റെ ജോലിയാണ്, ഓക്കെ, അതുപോലെ ഞാൻ സ്ട്രോങ്ങുമാണ്, പേടിക്കണമെന്ന് പറയും. ഐ വാസ് വെയ്ഡ് ഡൗൺ എന്ന് പറഞ്ഞാൽ ഓവർലോഡായി ജോലി കൊണ്ട്. ബൈ റെസ്പോൺസിബിലിറ്റി ദാറ്റ് ഐ ഹാഡ് സ്ലൈറ്റ് കൺസേൺ ഫോർ മൈസെൽഫ്. ക്രോണിൻ പറയാം, ഇപ്പോൾ ചില സമയങ്ങളിൽ എനിക്ക് എന്നെക്കുറിച്ച് തന്നെ കൺസേൺ ഇല്ല, കാരണം അത്രയും അധികം ഞാൻ ജോലിയിൽ വ്യാപൃതനായിട്ടുണ്ട്, അത്രയും കടുപ്പമേറിയ ദിവസങ്ങളായിരുന്നു അവ. ഓൾദോ വി വർ മൂവിങ് ഫുൾ സ്റ്റീം എഹെഡ്. ഫുൾ സ്റ്റീം എന്ന് പറഞ്ഞാൽ ഫുൾ സ്പീഡ്, അതായത് ഷിപ്പിൻ്റെ ഫുൾ സ്പീഡിൽ ഞങ്ങൾ പോകുന്നത് എങ്കിലും, ഓൾദോ വി വർ മൂവിങ് ഫുൾ സ്റ്റീം എഹെഡ്, കൊളംബോ ദി നിയറസ്റ്റ് പോർട്ട് ഓഫ് കോൾ വാസ് സ്റ്റിൽ 8 days away. കൊളംബോ, ശ്രീലങ്കയിലെ കൊളംബോ കേട്ടോ, അവിടെയാണ് ഇനി അടുത്ത പോർട്ട് ഓഫ് കോൾ, അതായത് അടുത്ത തുറമുഖം, അതിന് അവിടെയാണ് നങ്കൂരിടേണ്ടത്. അപ്പോൾ അതിന് ഞങ്ങൾ ഏറ്റവും അടുത്തുള്ള തുറമുഖം ഇനി 8 ദിവസം യാത്ര ചെയ്താലാണ് കൊളംബോയിലെത്തുക. അപ്പോൾ അവിടെ മെഡിക്കൽ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ 8 ദിവസം എങ്ങനെ പിടിച്ചു നിൽക്കും ഈ രോഗികളും കൊണ്ട്? ഇത് പടർന്നു പോരുമോ? അതേപോലെ തന്നെ ഇവർക്ക് ഈ രോഗികളായവർ മരിച്ചു പോകുമെന്നുള്ള ഭയമൊക്കെ ഉണ്ടായി. അതാണ് പോർട്ട് ഓഫ് കോൾ. ഇനി എന്താണ്? ഇനി ഏറ്റവും അടുത്തുള്ള നിയറസ്റ്റ് ആയിട്ടുള്ള പോർട്ട് ഓഫ് കോള് ഇനി അങ്ങോട്ട് എത്താൻ വരെ 8 ദിവസം വേണം. In the course of the next 48 hours, 4 more stalkers went to join the others. അപ്പോൾ അടുത്ത 48 hours, അതായത്
അടുത്ത 2 ദിവസത്തിൽ 4 ജോലിക്കാർ കൂടെ എന്താണ് അസുഖബാധിതരായി. വെൻ ടു ജോയിൻ ദ അതേഴ്സ് ഓൺ ദ ആഫ്റ്റർ ഡെക്ക് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ബാക്ക് ഭാഗം, അവിടെയാണല്ലോ ഇവരെല്ലാം ഈ രോഗികൾ വെച്ചിട്ടുള്ളത്. അങ്ങോട്ടേക്ക് പുതിയ കേസുകളെത്തി. എ ടോട്ടൽ ഓഫ് 14 നൗ. ഇപ്പോൾ ആകെ 14 പേർക്കാണ് അസുഖം ബാധിച്ചിട്ടുള്ളത്. ആൻഡ് വൺ ഓഫ് ദ ഏർലിയർ വിക്ടിംസ് ഹാഡ് ലാപ്സ്ഡ് ഇൻ ടു എ കോമ. ലാപ്സ്ഡ് ഇൻ ടു എന്നുള്ള വേർഡിന് ഇവിടെ അർത്ഥം ഗോട്ട് ഇൻ ടു എ വേഴ്സ് സ്റ്റേറ്റ്. സ്ഥിതി വളരെ മോശമായി കേട്ടോ. ലാപ്സ്ഡ് ഇൻ ടു എന്ന് പറയുമ്പോൾ സ്ഥിതിഗതികൾ വളരെ മോശമായി. കോമ അബോധാവസ്ഥ. കോമ സ്പെല്ലിങ് നോക്ക് കേട്ടോ, ഒരു എം ഉള്ളൂ, കൺഫ്യൂഷൻ വേണ്ട. ഡബിൾ എം അല്ല, സിംഗിൾ എം ആണ്. സിംഗിൾ എം ആകുമ്പോൾ അതിനർത്ഥം എന്താണ്? അബോധാവസ്ഥ. അപ്പോൾ ഒരു വിക്ടിം, അതായത് ഒരു അസുഖബാധിതൻ എന്താണ് ഇപ്പോൾ കോമയിലായി, അതായത് അദ്ദേഹത്തിൻ്റെ ഓർമ്മ മുഴുവൻ നഷ്ടപ്പെട്ടു, അത്രയും സങ്കീർണമായി. സീംഡ് ലൈക്ലി ടു ഡൈ അറ്റ് എനി അവർ. ഏത് സമയത്ത് മരിക്കുമെന്നുള്ള അവസ്ഥയിലായി. അണ്ടർ ദിസ് ആഡഡ് ലോഡ് ഐ കുഡ് നോട്ട് സ്ലീപ്പ്. ആഡഡ് ലോഡ് എന്ന് പറയുമ്പോൾ ഇൻക്രീസ്ഡ് ലോഡ്. ഇപ്പോൾ ഡോക്ടർ പറയാം, ഈ ഇൻക്രീസ്ഡ് ലോഡ് ഇത്രയും ബുദ്ധിമുട്ടേറിയ സമയമായതുകൊണ്ട് തന്നെ എനിക്ക് ഉറങ്ങാൻ പലപ്പോഴും സാധിച്ചില്ല. ഇത്രയാണ് പാർട്ട് 2 വീഡിയോ. പാർട്ട് 3 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കൂടെ കാണുക. താങ്ക് യു ഫോർ വാച്ചിങ്.